സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബഡേ മിയ ചോട്ടെ മിയ എന്ന പടം ഞാനും കണ്ടു. ഈ ഒരു സിനിമ നമ്മുടെ പഴയ കാലത്ത് 90കളിൽ ഇറങ്ങിയ ബഡേ മിയ ചോട്ടെ മിയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതിൽ ഗോവിന്ദയും പിന്നെ അമിതാഭ് ബച്ചനുമാണ് അഭിനയിച്ച് തകർത്തത്. ഇതിൽ ടൈഗർ ഷെറോഫും അക്ഷയ് കുമാറും ആൻഡ് ഒരു വിരസത അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, അക്ഷയ് കുമാർ ജാക്കി ഷെറോഫായിട്ട് അഭിനയിച്ചിരുന്ന ആ ജനറേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സോ കക്ഷി തൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വ്യത്യാസം, ഒരു അകൽച്ച, ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഈ സിനിമയിൽ ഫീൽ ചെയ്യുന്നില്ല. രണ്ടുപേരും ബോഡി തന്നെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. സിനിമ ബോളിവുഡാണ്, ഇഷ്ടം പോലെ ട്രോളാനുള്ള സെഗ്മെൻറ്റ്സ് ഉണ്ടാവും, യൂഷ്വലാണ്, ബിക്കോസ് ഇറ്റ്സ് ബോളിവുഡ്. ആൻഡ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇതിറങ്ങുന്ന മുൻപ് തന്നെ എൻ്റെ കാസ്റ്റിംഗ് നിരയിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന പേര് കണ്ടപ്പോൾ പിന്നെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തായിരിക്കും റോൾ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വന്ന് നോക്കിയപ്പോൾ തന്നെ ഏകദേശം രൂപം പിടുത്തം കിട്ടി. ഒറ്റണത്തിൽ പൃഥ്വിരാജില്ല. അപ്പോൾ ഏകദേശം തീരുമാനമായി കക്ഷിയുടെ റോളായിട്ട് എന്തായിരിക്കും എന്നുള്ളത്. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ഊഹം കിട്ടിയല്ലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു മാസ്ക്ഡ് മാനാണ് വില്ലനായിട്ട് വരുന്നത്. സെക്കൻഡ് ഹാഫോട് കൂടിയിട്ടാണ് മാസ്ക് കക്ഷി ഊരുന്നത്. ആൻഡ് ഈ മാസ്ക്ഡ് മാൻ വരുമ്പോൾ തന്നെ ഏകദേശം ഊഹം കിട്ടി ഈ മാസ്കിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത്. സോ കക്ഷിയുടെ ഇംഗ്ലീഷ്, ഈ മാസ്ക്ഡ് മാൻ വില്ലൻ മാസ്ക് ചെയ്തിട്ട് പറയുന്നത് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം രൂപം പിടുത്തം കിട്ടി, ഇത് നമ്മൾ ഉദ്ദേശിച്ച കക്ഷി തന്നെയാണ്. ഈ സിനിമ കാണുമ്പോൾ ബാറ്റ്മാൻ, പിന്നെ വൂൾവറിൻ, പിന്നെ എക്സ്മെൻ, പിന്നെ ടെർമിനേറ്റർ, ഇങ്ങനത്തെ സിനിമകൾ, ഹോളിവുഡ് സിനിമകളൊക്കെ പലതും കടന്നു പോയിരിക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് ബോളിവുഡ്. ജോക്സ് അപ്പാർട്ട്, പടം കിണ്ണം കാച്ചി പടം തന്നെയാണ്, ഇഷ്ടപ്പെട്ടു. ഐ എൻജോയ്ഡ് ഇറ്റ്. 2.5 മണിക്കൂർ ദൈർഘ്യമുണ്ട് പടത്തിന്. ആൻഡ് ദ ഡയറക്ടർ ഹാസ് പുട്ട് ഓൾ ഹിസ് എഫേർട്ട്. കാരണം ഫുൾ ആക്ഷൻ പാക്ഡ്, എല്ലാം എങ്ങനെയൊക്കെയോ ഇതിൽ കുത്തി നിറക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യത്തിന് മാത്രം എനിക്ക് പരാതി, BGM എവിടെ, എന്തോന്നല്ലേ ഇത്. ഇതിനു മുൻപ് ഫൈറ്റർ എന്ന സിനിമ ഇറങ്ങി, ടൈഗർ 3, പത്താൻ, ഇതിൻ്റെയൊക്കെ BGM ഉണ്ടല്ലോ, ആ നായകൻ വരുന്നത് BGM ഒക്കെ നല്ല അടിപൊളിയാണ് ആ സിനിമകളിലല്ലേ. ഇതിൽ ഒരു ഒന്നുമില്ല. ആ കൂടി ആ ഒരു ഒറ്റ പാട്ടിൻ്റെ ഒരു സെക്ഷൻ മാത്രം കേൾക്കാൻ ഒരു പുതുമ, ഒരു സുഖമുണ്ട്. അതും എന്തോ ആ ഒരു സെഗ്മെൻറ്റ് മാത്രം ഇവർ അങ്ങോട്ട് ഉഴപ്പി. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി, വേറെ ലെവലിലെത്തിയ പടം. കഥ അടിപൊളി തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ പല പടങ്ങളുമായിട്ട് റെഫറൻസ് ഒക്കെ തോന്നുക, പക്ഷേ നമുക്കതെടുത്ത് പരാതി പറയാൻ തോന്നത്തില്ല. ആ ഒരു ഹോളിവുഡ് നിലവാരത്തിലേക്ക് ഈ കഥ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൃഥ്വിരാജിൻ്റെ റോളും അടിപൊളിയായിട്ടുണ്ട്. എനിക്കത് അഭിമാനം തോന്നി, ഒരു മലയാളി നടൻ, അതും പൃഥ്വിരാജ്. പക്ഷേ ആദ്യത്തെ ബോളിവുഡ് സിനിമ അത്രയും ഹിറ്റായില്ല, ഒരു തരം ഫ്ലോപ്പ് എന്ന് പറയാനും പറ്റില്ല, എന്നാൽ ഫ്ലോപ്പായി അങ്ങനത്തെ രീതിയിലായിരുന്നു. ഇതിൽ അത്യാവശ്യം നല്ല സ്ക്രീൻ പ്രസൻസും ഉണ്ട്, കക്ഷി നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന്. BGM, വില്ലന് ഒരു BGM, നായകന് വരുമ്പോൾ ഒരു BGM, ടൈഗർ ഷെറോഫ് വരുമ്പോൾ ഒരു BGM, അക്ഷയ് കുമാർ വരുമ്പോൾ ഒരു BGM, ഇതൊക്കെ വയ്ക്കേണ്ടത് പകരം ഒരു മാതിരി ഒരു എന്താ പറയുക, പടം ഓടുന്നതിന് കാണുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതാണ്, BGM. അത് ഉഴപ്പിക്കളഞ്ഞു. അത് തന്നെയാണ് ഈ സിനിമയുടെ ഡ്രോബാക്ക്. അത് തന്നെയാണ് ഓഡിയൻസിന് പ്രത്യേകിച്ച് ഞങ്ങളൊരു പുള്ളിയും കിട്ടാത്തത്. സിനിമ എല്ലാം കൊള്ളാം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് എല്ലാം അടിപൊളിയായിട്ട് കാണിച്ചിട്ടൊക്കെ ഉണ്ട്, കൊള്ളാം. അതൊക്കെ നല്ല അടിപൊളി. BGM മാത്രം എന്തുകൊണ്ടും അവർ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. ആ എടുത്ത വ്യക്തിൻ്റെ പകരം ഒരു അനിരുദ്ധോ സുഷിൻ ശ്യാമിനൊക്കെ വച്ചിരുന്നെങ്കിലൊക്കെ ഉണ്ടാകും ഇതൊരു വേറെ ലെവലിലേക്ക് എത്തിയായിരുന്നു. I don't know why they just ഉഴപ്പില്ല on that segment. ബാക്കി എല്ലാ കാര്യത്തിലും പടം പക്ക ഓക്കെ തന്നെയാണ്. ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്. തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി നോക്കുക, നിങ്ങളുടെ ഇഷ്ടം. അഗെയിൻ ഇറ്റ്സ് എ ബോളിവുഡ് മൂവി, ചില കാര്യങ്ങൾ നമുക്ക് പിടിച്ചൊന്നും വരത്തില്ല. എന്നിരുന്നാലും പടം ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്. ബോളിവുഡ് സിനിമകൾ അറിയാം. ഇതിനു മുൻപ് അക്ഷയ് കുമാറിൻ്റെ സിനിമ കണ്ടത് ഓം 2, പിന്നെ മിഷൻ റാണി, അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട വേറെ ഒരു നെഗറ്റിവിറ്റി എന്നല്ല, പക്ഷെ ഞാൻ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത്, അക്ഷയ് കുമാറിൻ്റെ മീശ അത് വേണ്ടായിരുന്നു, പഴയ ലുക്ക് തന്നെയായിരുന്നു, അടിപൊളി.
ആൻഡ് ആസ് യൂഷ്വൽ ടൈഗർ ഷെറോഫ് തൻ്റെ സിക്സ് പാക്ക് കയറി അങ്ങോട്ട് ഫ്രോണ്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ആക്ഷനും അടിപൊളി, സ്റ്റൺസൊക്കെ നല്ല ഡ്രസ്സായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ദഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, മിനി കൂപ്പർ എടുത്ത് ടണലിൽ കൂടെ ഓടിക്കുക, ട്രെയിനിൽ ചെയ്ത് ചാടുക, ഇതൊക്കെ ഹോളിവുഡിലും ഉള്ളത് തന്നെയാണ്. സോ അതിന് പരാതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ സിനിമ, ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ്, ആ രീതിയിൽ എടുത്താൽ മതി. ബാക്കിയെല്ലാം ഓക്കെ. ബി ജി എം മാത്രം എനിക്ക് കിട്ടിയില്ല. അത് മാത്രമാണ് ഈ സിനിമയുടെ പോരായ്മ. ബാക്കിയല്ല, കഥ രസമൊക്കെയുണ്ട്, അടിപൊളി തന്നെയാണ്, ഒരു പരാതിയില്ല. എടുത്ത രീതി, ഡയറക്ഷൻ എല്ലാം അടിപൊളി തന്നെയാണ്. കാസ്റ്റിങ്ങും അടിപൊളി. പക്ഷെ ബി ജി എം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഓഫ്. അടുത്ത പടമായിട്ട് വരാം. അടുത്ത പടം മിക്കവാറും ഗണേഷ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് വുമൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഹോളിവുഡ് പ്രേതപ്പടം. കാണാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് വേണം അത് റിവ്യൂ ചെയ്യാൻ. സോ ഗൈസ്, ആസ് യൂഷ്വൽ, സ്റ്റേ ട്യൂൺ ഫോർ മോർ റിവ്യൂസ് ഫ്രോം മീ. ആൻഡ് തെറി അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ എഴുതാം. അതല്ലാതെ എഴുതി കഴിഞ്ഞാൽ ഞാനങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളി പറയുന്നത്. യൂട്യൂബുകാർ പറഞ്ഞു അങ്ങനത്തെ വല്ല കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പരാതി ഇട്ടിങ്ങോട്ട് വരാനുണ്ട്. ആ ഡിലീറ്റ് ബട്ടൺ അവിടെ ഇരിക്കുന്നുണ്ട്, കയറിയെങ്കിൽ മറക്കാം. സോ ഗൈസ്, catch you guys in next movie review and stay tuned. And improvements എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴ്ച എഴുതാം. I will be considering it. Stay tuned.